ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് മാങ്കുളത്തുള്ളൊരു കിടിലൻ റെയിൻ വാലി എന്ന് പറയുന്ന ഒരു വില്ല റിസോർട്ടിലേക്കാട്ടോ. അടിപൊളി ആംബിയൻസ് ആണ്, അത് തന്നെയാണ് ഇവരുടെ ഒരു മെയിൻ അട്രാക്ഷനും. അപ്പോൾ ഇവിടുത്തെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. റൂംസ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്, റീസണബിൾ റേറ്റുമാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിന് ചുറ്റിപ്പറ്റി കുറേ ട്രക്കിംഗ് ആക്ടിവിറ്റീസും ബാക്കി ആനക്കുളം വ്യൂ പോയിൻറ്റും അങ്ങനെ ഒരുപാട് അട്രാക്ഷൻ ടൈപ്പ് പ്ലേസസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയുടെ പുറകെ നിങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. പിന്നെ എടുത്തു പറയാനുള്ളത് റൂമിൻ്റെ ഇൻസൈഡിൽ നിന്നുള്ള വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ല. അടിപൊളി ഒരു വാട്ടർഫാളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം കേട്ടോ. അതും നല്ല ഡിസ്റ്റൻസിലാണെങ്കിൽ പോലും നല്ല അടിപൊളി ആംബിയൻസിലായതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ റൂമൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഏകദേശം 5000 രൂപ നമുക്ക് റൂമിന് വരുന്നുള്ളൂ. പോരാത്തതിന് ഇവിടുന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ജീപ്പ് സഫാരിയും കാര്യങ്ങളുണ്ട്. അതാണെങ്കിലും നമുക്ക് 3500 രൂപയാണ് 3 മണിക്കൂറത്തേക്ക് വരുന്നത്. ഏകദേശം 4 മണിക്കൂറാണെങ്കിൽ 4000 രൂപയും, അതും അടിപൊളിയാണ്. പിന്നെ ഈ വെള്ളച്ചാട്ടമൊക്കെ ആണെങ്കിലും അവർ ആ ഒരു ജീപ്പ് സഫാരിയിൽ പോയാൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റുള്ളൂ. ഇതും അടിപൊളിയാണ്, കാരണം നമുക്ക് സാധാരണ ഒരു വണ്ടിയിൽ നമുക്ക് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജീപ്പ് സഫാരി എടുക്കാൻ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം, കാരണം സാധാരണ ഒരു വണ്ടി കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിയും കാര്യങ്ങളൊക്കെ തട്ടും. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഒരു തൂക്കുപാലം കേട്ടോ. ഇവിടെ മുതിർന്ന ആൾക്കാർക്ക് 10 രൂപയും പിള്ളേർക്ക് ഇവിടെ ഫീസും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. നല്ല ആംബിയൻസ് ആണ്. ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഞങ്ങൾ പോരാൻ നേരത്ത് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയാണ് മക്കളെ ഒരു കിടിലൻ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ മാങ്കുളം റിസർവ് ഫോറസ്റ്റിൻ്റെ അകത്തോടെയായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുടജാദ്രി പോയ കഥയൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി ചിരിച്ചുകൊണ്ട് കേട്ടോണ്ടിരുന്നതിൻ്റെ കാര്യം ഇപ്പോഴാണ് മനസ്സിലായത്. അതുക്കും മേലെ ഓഫ് റോഡിങ് ആട്ടോ നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. ഒരു രക്ഷയില്ല. ഒരു 4 വീല് വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്ഥലത്തൂടെ പോകാനൊക്കെ പറ്റുള്ളൂ. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ ആനക്കുളം വ്യൂ പോയിന്റ് കേട്ടോ. അത് കണ്ടോടുകൂടി നമ്മുടെ ഇന്നത്തെ ദിവസം അവസാനിക്കും കേട്ടോ. അപ്പം ബൈ ബൈ.